ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സമാധാന ശ്രമത്തിന് എത്ര നാൾ ആയുസ്സുണ്ടാകും? ഗാസയിലെ ജനങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ എന്തെല്ലാമാണ്? ഡോക്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സിൽ ഗാസയിൽ പ്രവർത്തിച്ച ഡോക്ടർ എസ് സന്തോഷ് കുമാർ സംസാരിക്കുന്നത് കേൾക്കാം. ഇപ്പോൾ ഈ സമാധാന ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരു ഉടമ്പടി ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് ബന്ദികളെ കൈമാറ്റം ചെയ്യുന്ന പരിപാടികൾ നടന്നു കഴിഞ്ഞു. അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അതൊക്കെ ആ ഒരു കാര്യം മാത്രമാണ് വാസ്തവത്തിൽ എന്തെങ്കിലും പ്രാക്ടിക്കലായിട്ടുള്ളതെന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. എന്നാലും ബാക്കിയുള്ള ക്ലോസൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള നെഗോഷിയേറ്റിംഗ് ബുദ്ധിമുട്ടുള്ള ക്ലോസാണ്. അതിൽ പ്രധാനപ്പെട്ട കാരണം ഹമാസ് നിരായുധീകരിക്കണമെന്നാണ് ഒരു ആവശ്യം. പക്ഷെ അത് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടുള്ളതായിരിക്കും. അവർ പറയുന്നത് ഈ എന്താണ് ഒരു സെപ്പറേറ്റ് രാജ്യം, വേറൊരു രാജ്യം ഉണ്ടാവുകയും ഇസ്രയേൽ ആക്രമിക്കില്ലെന്ന് ഉറപ്പുവരികയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ആയുധം താഴെ വയ്ക്കുകയുള്ളൂ എന്നാണ് അവരുടെ ഒരു നിലപാട്. അതേസമയം ജയിച്ചു നിൽക്കുന്ന ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഹമാസ് ഇപ്പോൾ തന്നെ ആയുധം താഴെ വയ്ക്കുന്നതാണ് നല്ലത്. അത് മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ജനോസൈഡിലേക്കും അല്ലെങ്കിൽ അവിടെ ഉന്മൂലനത്തിലേക്കും മാറ്റി പ്രതിഷ്ഠിക്കുന്നതിലേക്കും ആളുകളെ മുഴുവൻ വേറെ സ്ഥലത്ത് കൊണ്ടുപോകുന്നതിനൊന്നും അവർക്ക് അവരുടെ ആഗ്രഹം അത് തന്നെയാണ്.